ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ! തീൻ കിട്ടേണ്ടതിന്. അപ്പോൾ ഇത്രയും വലിയ മത്സ്യത്തിന് ദൈവം ആഹാരം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെറിയ ഒരു കാക്ക കുഞ്ഞിനെ കാണുകയാണ്. 38-ാം അധ്യായം 41-ാമത്തെ വാക്യം. കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്ന് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നത് ആര്? കേൾക്കുന്നുണ്ടോ? തീനെത്തിച്ചു കൊടുക്കുന്നത് ആര്? കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എന്ത് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നത് ആര്? ആമേൻ. കാക്ക കുഞ്ഞിനെ നമുക്കെല്ലാവരും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും കാക്കകൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് നിലവിളിച്ചാൽ ആമേൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെല്ലാം നമ്മൾ ഓടിച്ചു വിടും. ഇനി കാക്ക കുഞ്ഞിനെ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഓടിച്ചു വിടും. കാരണം എന്നാന്ന് ചോദിച്ചാൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്. 2 കാരണം കൊണ്ടാണ് അതിനെ ഓടിച്ചു വിടുന്നത്. ഒന്ന്, അതിൻ്റെ കളറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളറാണ്. ആമേൻ. രണ്ടാമത്തെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ശബ്ദമാണ്. വേറൊരു ഏതെങ്കിലും കിളി വന്നാണ് ആമേൻ അവിടെ കരയുന്നെങ്കിൽ നമുക്ക് ഭയങ്കര മനസ്സിലുണ്ടാകും. പക്ഷേ കാക്കയോ കാക്ക കുഞ്ഞോ വന്ന് കരഞ്ഞാൽ ഒരെണ്ണത്തിന് മനസ്സിലും ഉണ്ടാകത്തില്ല. പക്ഷെ ഈ കാക്ക കുഞ്ഞ് നിലവിളിക്കുമ്പോൾ ഓർക്കണം, ആമേൻ, ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിലിരുന്ന് നിലവിളിക്കുകയാണ്. നിലവിളിക്കുന്ന ഈ കാക്ക കുഞ്ഞ്, ആമേൻ, വാഹനങ്ങളുടെ ശബ്ദകോലാഹലം, അത് കഴിയുമ്പോൾ ആമേൻ വനമേഘങ്ങളിൽ പൊങ്ങി പറന്നുയരുന്ന വിമാനങ്ങളുടെ ശബ്ദങ്ങൾ, റോക്കറ്റുകളുടെ ശബ്ദങ്ങൾ, അതുകൂടാതെ സ്വർഗാതിസ്വർഗത്തിൽ സറാഫുകൾ ഒന്നടങ്കം 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരു നേരം ഇടപെടാതെ. നമ്മളൊക്കെ ആണെങ്കിൽ പാസ്റ്റർമാർ സ്തോത്രം പറഞ്ഞാലേ സ്തോത്രം പറയിപ്പിക്കത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ പറയാൻ പറഞ്ഞാലേ പറയത്തുള്ളൂ. അവിടെ സ്ഥിരമായി പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദകോലാഹലങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കണം, ഇത്രയും ഭയങ്കരമായ ശബ്ദങ്ങളുടെ ഇടയിൽ, ആമേൻ, വിമാനങ്ങളുടെ ശബ്ദങ്ങളുടെ ഇടയിൽ, വാഹനങ്ങളുടെ ശബ്ദങ്ങളുടെ ഇടയിൽ, ഏതോ ഒരു കോണിൽ ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ആമേ കാക്ക കുഞ്ഞും നിലവിളിക്കുന്ന നിലവിളി പോലും ദൈവ തമ്പുരാൻ സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്നവൻ കേട്ട് അതിന് തീനെത്തിച്ചു കൊടുക്കുന്നെങ്കിൽ, യേശു പറഞ്ഞു, ഞാൻ കാക്കയെക്കാളും വിശേഷതയുള്ളവരല്ലയോ നമ്മൾ ഓരോരുത്തരും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ കരയുന്ന കാക്ക കുഞ്ഞിന്റെ നിലവിളി പോലും ദൈവം കേട്ടതിന് തക്ക സമയത്ത് തീനെത്തിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം. ഇയ്യോബിനോട് ചോദിച്ച കർത്താവ് ചോദിച്ച 83ഓളം ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന്റെ ഒരു ചോദ്യമാണ് യേശു ആമേ പിതാവായ ദൈവം ചോദിച്ചത് ഇയ്യോബിനോട്. ആമേൻ, ആമേ, കാക്ക കുഞ്ഞുങ്ങളും ഇര കിട്ടാതെ ഉഴന്ന ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്ന ആരെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞാൽ, നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്താൻ, യെസ് ഹല്ലേലൂയ, കഷ്ടതയുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ദൈവത്തിന്റെ മഹത്വം നിശ്ചയമായും വെളിപ്പെടുക തന്നെ ചെയ്യും. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ, ഒരുക്കുന്ന നന്മകൾ, ഒരുക്കുന്ന അത്ഭുതങ്ങൾ നീ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അത് നീ കണ്ണുകൊണ്ട് കാണും. ഈ രണ്ടിന്റെ ആകത്തുക ഒരു ദൂത് ഞാൻ പറയാൻ പോവാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വലിയ ലിവ്യാദാനുകൾക്കും ചെറിയ കാക്ക കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ ആഹാരം കൊടുക്കുന്നൊരു ദൈവം. ഒന്നുകൂടെ പറഞ്ഞാൽ, വലിയവർക്ക് വലിയ വിഷയങ്ങൾ,
ചെറിയവർക്ക് ചെറിയ വിഷയങ്ങൾ, എത്ര വലിയ വിഷയമാകട്ടെ, എത്ര വലിയ ചെറിയ വിഷയമാകട്ടെ, ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ ചെറുതും വലുതുമായ സകല വിഷയങ്ങളിലും എൻ്റെ കർത്താവ് തക്ക സമയത്ത് നിനക്ക് വേണ്ടി തീരെത്തിച്ചെന്നു തരുന്ന ഒരു മഹാദൈവത്തിന്റെ മുമ്പിൽ അതായിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കരങ്ങളെ തട്ടി ആത്മാവിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആമേ. നീ ചെറുതെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും, നീ വലുതെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ടൊരു സഹോദരൻ വന്നിരുന്നു. അദ്ദേഹം വളരെ കടഭാരം കൂടിയാ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ തകരപ്പെട്ടു. കടം ചോദിച്ചപ്പോൾ, സാറേ 30 കോടി രൂപ കടമാണ്, 30 കോടി രൂപ. മാസം 35 ലക്ഷം രൂപയാണ് പലിശ കൊടുക്കേണ്ടത്. പക്ഷേ പലിശ കൊടുക്കാൻ പറ്റുന്നില്ല, നിവർത്തിയില്ല. ഇപ്പോൾ വേറൊരു പ്രേയറിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന സ്ഥലവും പാസ്റ്ററൊക്കെ ഉണ്ടെന്നറിഞ്ഞ് നമ്മുടെ ഒരു സഹോദരൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യാനൊക്കെ പോയതാണ്, പക്ഷേ ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എനിക്കൊരു ഉറപ്പുണ്ട്, കർത്താവ് ആ വിഷയത്തിലൊരു പരിഹാരം വരുത്തുമെന്നുള്ളത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാം, നിൻ്റെ എത്ര വലിയ വിഷയമാകട്ടെ, നിൻ്റെ എത്ര ചെറിയ വിഷയമാകട്ടെ, തക്ക സമയത്ത് തീ നിനക്ക് വേണ്ടി എത്തിക്കുന്നൊരു മഹാദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ, തക്ക സമയത്ത് എൻ്റെ ദൈവം ഒരുക്കുന്ന വഴികൾ. ഓ നീ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോ യേശുവുണ്ട്. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ.